നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ ഒരു കൊടുമ്പിരി കൊണ്ട ചർച്ചയാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക്. കാര്യം എന്താണ്? ഉമ്മൻചാണ്ടിയുടെ 2ാം വാർഷിക അനുസ്മരണത്തോടനുബന്ധിച്ച് കൊട്ടാരക്കരയിൽ നടത്തുന്ന പരിപാടിയിൽ ഐഷ പോറ്റി പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഐഷ പോറ്റി കോൺഗ്രസിലേക്കോ എന്ന് ക്വസ്റ്റ്യൻ മാർക്കിട്ട് അടിച്ച ചില മാധ്യമങ്ങളുണ്ട്. ഇന്നിപ്പോ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ആ വിഷയത്തിൽ പിന്നെ ഫോളോ അപ്പ് ഇല്ല, തുടർ വാർത്തകളില്ല, എല്ലാം മൗനം നിശബ്ദമായിട്ട് അങ്ങ് പോവുകയാണ്. ഓരോ ദിവസത്തെ വാർത്താ കച്ചവടത്തിന് വേണ്ടി ഓരോന്ന് കൃത്രിമമായി സൃഷ്ടിച്ച് ഒരാൾ അറിയാത്ത കാര്യത്തെ ഉണ്ട് എന്ന് ചില കഞ്ചാവടി മാപ്രകൾ അടിച്ചുവിടുന്ന വാചകങ്ങൾക്കപ്പുറം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾ ചിന്തിക്കാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുത്തതിന് ശേഷം ഐഷ പോറ്റി പറഞ്ഞ വാചകമുണ്ട്, ഒന്ന് കേട്ടെ. നിങ്ങൾ തന്ന സ്നേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പക്ഷേ ഞാൻ കോൺഗ്രസിൽ ചേരാൻ വേണ്ടിയല്ല ഇവിടെ വന്നത്, മനസ്സിലായോ? ഞാനൊരു പാർലമെന്ററി മോഹിയല്ല. സത്യം, ഞാനൊരു പാർലമെന്ററി മോഹിയല്ല. ഒരു സ്ഥാനത്തിനു വേണ്ടി ഒരിടത്തും പോകുന്നതല്ല. പ്രസ്ഥാനത്തിൽ കമ്മിറ്റികളിൽ നിന്നും ചുമതലകളിൽ നിന്നും മാറിയതിൻ്റെ കാരണം ഞാൻ MLA അല്ലാതിട്ട് 2 വർഷം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തപ്പം എനിക്കുണ്ടായ ചില അപകടങ്ങൾ കൊണ്ട് എനിക്ക് കാലിന് പ്രശ്നം വന്നു, ബാക്ക് പെയിൻ വന്നിട്ട് കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. കുറേ ട്രീറ്റ്മെൻറ്റ് അത് ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, നല്ലപോലെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അന്ന് എനിക്ക് വരാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് എന്നെ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആകെ അങ്ങ് വിട്ടുപോയെന്ന് ഒരിക്കലും നിങ്ങളാരും വിചാരിക്കരുത്. എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം എൻ്റെ പ്രൊഫഷനാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഞാൻ എത്രയോ വർഷം 85-ൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLM കഴിഞ്ഞ അന്ന് മുതൽ 2000 വരെയും പൂർണ്ണമായിട്ട് ഇവിടുത്തെ സീനിയർ അഡ്വക്കേറ്റായിട്ട് ഇരുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജില്ലാ ഡിവിഷൻ്റെ മത്സരം വന്നിട്ട് എന്നോട് മത്സരിക്കാൻ പറഞ്ഞ് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ്. പറ്റില്ല, എൻ്റെ മക്കൾ കുട്ടിയാണ്, എനിക്ക് ഇത്രയും കേസുണ്ട്, എൻ്റെ പ്രൊഫഷൻ പോവും എന്ന് പറഞ്ഞപ്പോഴും വളരെ സ്നേഹത്തോടെ നേതാക്കളെല്ലാം വന്ന് വീട്ടിൽ പറഞ്ഞ് ഹസ്ബൻഡുമായിട്ടൊക്കെ സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ മത്സരത്തിലെത്തിയതും ഇവിടം വരെ എത്തിയതും. അങ്ങനെ ഐഷ പോറ്റി ആയതും നിങ്ങളെല്ലാവരും എൻ്റെ പ്രസ്ഥാനവും നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് എന്നെ ഐഷ പോറ്റിയാക്കി. ഈ നാട്ടിലെ ജനങ്ങൾക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രസ്ഥാനത്തിനും എല്ലാം വലിയ പങ്കുണ്ട്. എന്നെ ഞാനാക്കിയത് കേട്ടല്ലോ. ഒരു തലമുതിർന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിലും നിയമസഭയിൽ ഒപ്പമുണ്ടായിരുന്ന ഒരു സഹപ്രവർത്തക, അത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ്. സ്വാഭാവികമായിട്ട് കൊട്ടാരക്കരയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തുന്ന സന്ദർഭത്തിൽ അതിൽ അതിഥിയായിട്ട് ക്ഷണിക്കാൻ പറ്റിയ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ വ്യക്തിയാണ് ഐഷ പോറ്റി. ആ മാന്യത കോൺഗ്രസ് കാണിച്ചു. ആ വിളിച്ചതുകൊണ്ടുള്ള മര്യാദ തിരിച്ചു അവർ പ്രകടിപ്പിച്ചു. അതിന് കേരളത്തിലെ മാപ്രകൾ കൊടുത്ത ഇതിവൃത്തം എന്തായിരുന്നു? ഇതാ കോൺഗ്രസിലേക്കോ. സുധാകരനെ KC വേണുഗോപാൽ പോയി സന്ദർശിച്ചാൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച. ചിലപ്പോ മാധ്യമങ്ങൾ സൃഷ്ടിച്ച എന്തെങ്കിലും കഥകളുടെ അടിസ്ഥാനത്തിൽ ചില പ്രതീക്ഷകളോടെ ആയിരിക്കും അന്ന് KC വേണുഗോപാൽ പോയിട്ടുണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ എന്ത് സംഭവിച്ചു? സുധാകരൻ ഇപ്പോ കോൺഗ്രസിലാണോ? അതിനുശേഷം എത്ര മഴ പെയ്തു, എത്ര വെള്ളം കരമനയാറിലൂടെ ഒഴുകിപ്പോയി. പുതിയ കഥയായിട്ട് ഐഷ പോറ്റി എത്തി. ഇപ്പോ ആ കഥയും കടന്നു പോവുകയാണ്. ഓരോ ദിവസത്തെ വാർത്തകൾ കേട്ടിട്ട് ഇതെന്തോ സംഭവിക്കാൻ പോണെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി ഏജന്റ് പണി നടത്തുകയാണ്. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അവർ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് CPM-ന്റെ വേദികളിൽ സജീവമായിട്ടില്ല. 3 ടേൺ കൊട്ടാരക്കരയിലെ MLA ആയി. അതിനുശേഷം കോൺഗ്രസുകാരെ പോലെ ആജീവനാന്തകാല MLA ആക്കി ഇരുത്തുന്ന പരിപാടി ഈ സംവിധാനത്തിലില്ല. ഒരാളെ സംബന്ധിക്കുന്നിടത്തോളം 2 ടേൺ 3 ടേൺ കഴിയുമ്പോൾ സ്വാഭാവികമായി മാറ്റും, അടുത്ത ആൾക്ക് ആ സ്ഥാനമാനം കൈമാറും. പക്ഷെ കോൺഗ്രസുകാരുടെ മനോഭാവമുള്ള മാപ്രകൾ അങ്ങനെ 3 ടേം കൊടുത്തതിന് ശേഷം മാറ്റിക്കഴിഞ്ഞാൽ അവർ അസംതൃപ്തരാണ്. അവരെ എന്ത് ചെയ്യണം? ജീവിതകാലം മുഴുവൻ അവിടെ ഇരുത്താത്തത് കൊണ്ട് കോൺഗ്രസിലേക്ക് വന്നാൽ ജീവിതകാലം മുഴുവൻ ഇവിടെ നിങ്ങൾക്ക് സ്ഥാനമാനം നൽകാമെന്നുള്ള പ്രലോഭനങ്ങൾ കൊടുക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഏജന്റുമാരായിട്ട് മാധ്യമങ്ങളിലൂടെ വാർത്ത അടിക്കുന്നു. ഉടനടി കോൺഗ്രസുകാർ ഞങ്ങൾ ഇതാ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഇപ്പോ എന്തായി? ഇതൊക്കെയാണ് ഈ നാട്ടിൽ ചിലർക്ക് മനസ്സിലാകാതെ പോകുന്നത്. ചിലരുടെ വാർത്താ നിർമ്മിതി ഇങ്ങനെയൊക്കെയാണ്. ചില ഊഹാപോഹങ്ങൾ, ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തനം. ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ദീർഘവീക്ഷണ കാഴ്ചപ്പാട്, വിലയിരുത്തൽ എന്നൊക്കെ പറയുന്നത് ഈ വക്രീകരണത്തെയാണ്. ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. ഒരു ദിവസം മുഴുവൻ അങ്ങനെ ചർച്ച നടത്തിയതിനു ശേഷം ഇന്നിപ്പോ യാഥാർത്ഥ്യം ഇങ്ങനെയായി മാറിക്കഴിയുമ്പോൾ എന്താണ് ഇവർ ഉണ്ടാക്കിയ വാർത്ത കൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത്? ഒന്നുമില്ല. ചില തോന്നലുകൾ ആൾക്കാർക്കിടയിൽ ഉണ്ടാക്കുക, ഞങ്ങളുടെ മുതലാളിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കുക, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതൊക്കെയാണ് ഈ നാട്ടിലെ വാർത്താ കച്ചവടം.
ഐഷ പോറ്റിയെ സംബന്ധിക്കുന്നിടത്തോളം അവർ ചിന്തിക്കാത്ത കാര്യത്തെക്കുറിച്ച് വാർത്ത വന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. എവിടെ നിന്ന് എങ്ങനെ ഈ വാർത്ത വരുന്നു, ബന്ധപ്പെട്ട ആളുടെ ഒരു പ്രതികരണമില്ലാതെ ചില തോന്നലുകൾ വാർത്തയായി വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നതിന്റെ തെളിവ് കൂടിയാണ് ഐഷ പോറ്റിയെ കേന്ദ്രീകരിച്ച് വന്ന വാർത്തകളെന്ന് അടിവരയിട്ട് പറയേണ്ടി വരികയാണ്.